തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ടാൻ റിമൂവ് ചെയ്യുന്ന ഒരു ഫേസ് മാസ്ക് ആയിട്ടാണ് കേട്ടോ. നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുന്ന രണ്ട് സാധനം വെച്ചാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഇതാ ഈ ഒരു ചെറുപയറാണ് നമുക്ക് വേണ്ടത് കേട്ടോ. കുറച്ച് ചെറുപയർ എടുത്തിട്ട് ഒരു പാത്രത്തിൽ കഴുകി നല്ല വൃത്തിയാക്കി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്, അതായത് പൊട്ടറ്റോ ആണ് കേട്ടോ. അങ്ങനത്തെ നമ്മൾ ചെറുപയറും പൊട്ടറ്റോയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോൻ്റെ തോലൊക്കെ പോക്കിയിട്ട് നല്ല ക്ലീൻ ആക്കി വെക്കണം. അപ്പോഴേക്കും ചെറുപയറൊക്കെ കഴുകി വൃത്തിയാക്കാൻ വേണം കേട്ടോ. അങ്ങനെതാ നമ്മൾ ചെറുപയറൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മളൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളിതാ പൊട്ടാറ്റോ നന്നായിട്ട് കഴുകി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കുക്കറിലോട്ട് ഇട്ടിട്ട് വേവിച്ച് കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ടാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2-3 സ്പൂണ് ചെറുപയറും എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഫേസിലൊക്കെ എവിടെയൊക്കെ അപ്ലൈ ചെയ്യണോ അതിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. ഞാനിപ്പോൾ എനിക്ക് ഫേസിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. നമുക്ക് ഈ ഒരു സാധനം നമുക്ക് എന്താക്കാം വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മളൊരു 2-3 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് വേണം കേട്ടോ. അങ്ങനെ ഈ ഒരു ചെറുപയറും പൊട്ടറ്റോയും കൂടി വെന്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ആയത്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് മുൾട്ടാണി മുൾട്ടി അതുപോലെ ഇത്തിരി പാലൊക്കെ കൂടിയിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കിയാൽ മതി. നമുക്ക് ഈ ഒരു 2 സാധനം മാത്രം ഉണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഈ ഒരു ചെറുപയറും പൊട്ടറ്റോയും മാത്രം മതി. ഇനി ഞാൻ എൻ്റെ കാലിലേക്കാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവണം, എനിക്ക് മനസ്സിലാവണം. കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഈ ഒരു പാക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം ഇന്ന് ഞാനൊരു ചേച്ചീൻ്റെ വ്ളോഗ് കണ്ടപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അഥവാ റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ കാലിൽ സെലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് റിസൾട്ട് കാണാൻ പറ്റുമല്ലോ. അതിന് വേണ്ടി ഞാൻ ഒരു ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പാക്ക് കുറച്ചുകൂടെ തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലേ നമുക്ക് പെട്ടെന്ന് റിസൾട്ട്. അങ്ങനത്തെ ഒരു കാലിൽ ഞാൻ സെലോ ടേപ്പ് വെച്ചിട്ട് പകുതി മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അപ്പുറത്തെ കാലിൽ ഞാൻ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഞാൻ ഒരു കാലിൽ പകുതിയും ഒരു കാലിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനിടയിൽ ഞാനെൻ്റെ ഫേസിലും കൂടി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കാലിൽ നല്ല അടിപൊളിയായിട്ട് ടാൻ ഉണ്ട് കേട്ടോ. അതുപോലെ ഫേസിലും ഉണ്ട്. ഫേസിൽ നമ്മുടെ നെറ്റിൻ്റെ ഭാഗത്തൊക്കെ എനിക്ക് നന്നായിട്ട് ടാൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഫേസിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നിന്റെ മുഖത്താക്കിക്കോ ഇങ്ങോട്ടാ പറയാൻ നിന്റെ മുഖത്താക്കിക്കോന്ന് നോക്കുന്ന. എനിക്കൊരു ഇത് തരുവാ. നമ്മുടെ ഫേസിൽ എന്ത് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫേസ് വേറൊരാളത് കഴുത്ത് വേറൊരാളതുപോലെ ഉണ്ടാവും കാണാൻ. കൗത്തിൻ്റെ ഇങ്ങനെ കെട്ടുകൊണ്ട് എനിക്ക് ബാക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ അപ്ലൈ ചെയ്താൽ നല്ല അടിപൊളി ടാൻ റിമൂവ് ആവുമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് ട്രൈ ചെയ്ത് നോക്കാം. കട്ടിയിലെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഞാൻ കുറച്ച് പാലും കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ മിക്സിയിലിട്ടത്. അങ്ങനെയാണ് ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇതെൻ്റെ ആൻറ്റീൻ്റെ മോളാണ് കേട്ടോ. അവളും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. റിസൾട്ട് കിട്ടുമോ ഇല്ലോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് അവൾക്ക് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ അവളുടെ ഫേസും കൂടെ ഒന്ന് കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കണ്ണിൻ്റെ ഭാഗത്ത് നമ്മൾ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം. കാലിപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രം ഞാനിത് വാഷ് ചെയ്തിട്ടുള്ളൂ. ഒരു ഫേസ് മാസ്ക് ഞാൻ ഒരു ചേച്ചീൻ്റെ വ്ളോഗിൽ കണ്ടതായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് റിസൾട്ട് മനസ്സിലാണല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് ഏത് റിസൾട്ടാണ്, നെഗറ്റീവ് റിസൾട്ടാണ് പോസിറ്റീവ് റിസൾട്ടാണോ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത് കേട്ടോ. ഇത്രയും കൂടെ കട്ടിയിലിട്ട് കൊടുക്കുക. ഇവൾ ഇന്നേ വരെ ഫേസിൽ ഒരു സാധനം അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആൾക്ക് പിടിപാടൊന്നുമില്ല കേട്ടോ. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അവളെ നെക്കിലൊക്കെ
കാരണം നല്ല ടാൻ ഉണ്ടായിരുന്നു അവളെ ഫേസിലും നെക്കിലൊക്കെ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. മാത്രമല്ല ഇവൾ വീട്ടിലേക്ക് വരുന്ന സമയത്തായിരുന്നു ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ, മിക്സിയിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവക്കും കൊടുത്തു. പിന്നെ നമുക്ക് റിസൾട്ട് മനസ്സിലാവണമല്ലോ. അപ്പോൾ തേങ്ങ അറിഞ്ഞൂടാ, എന്നെല്ലാം അറിയാമെന്ന്. ഇത്ര ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൊറിയൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. എനിക്കൊന്ന് ഇത് ഉണങ്ങുമ്പോൾ ഇത് അത്യാവശ്യം ഡ്രൈ ആകുമ്പോൾ അങ്ങനെ ആകുന്നത് ഭയങ്കര ചൊറി. ഞാൻ ഇങ്ങനെ പിടിച്ച് വെക്കുക. അത്യാവശ്യം ഡ്രൈ ആണ് കേട്ടോ. ഇവിടൊക്കെ കൊണ്ടോ, ഇവിടൊക്കെ ഡ്രൈ ആയി ഗൈസ്. ഇതിപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ചൊറിയുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് ഫേസ് വാഷ് ചെയ്യാം. ഗൈസ് കാല് ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഈ കാല് കുറച്ചുകൂടി ഡ്രൈ ആവാനുണ്ട്, പക്ഷെ അതിനുള്ള ക്ഷമയൊന്നും എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് വാഷ് ചെയ്യാമെന്നിരിക്കുന്നു. ഈ കാല് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചേ ഡ്രൈ ആയിട്ടുള്ളൂ, ഒന്നും ഞാൻ വാഷ് ചെയ്യാണ്. അങ്ങനത്തെ ഞാൻ കാല് വാഷ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് കേട്ടോ. കാരണം ഞാൻ ഒരു ഭാഗത്ത് സെലോ ടൈപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിനുശേഷമായിരുന്നു അപ്ലൈ ചെയ്തത്. സെലോ ടൈപ്പ് ഒട്ടിച്ചതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം റിസൾട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഗൈസ് ഫേസ് വാഷ് ചെയ്തിട്ട് നല്ല അടിപൊളി റിസൾട്ടാണ്. പിന്നെ എൻ്റെ ഫേസ് കുറച്ച് സോഫ്റ്റ് ആയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടോ ഇല്ലയെന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ വന്നിട്ട് പറയണം കേട്ടോ. റിസൾട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നിങ്ങൾ ഏതെങ്കിലും ഒരു ടാൻ ഉള്ള ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ നാളെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.